നവജാത ശിശുവിന് വൈകല്യമുണ്ടായ സംഭവത്തിൽ ആരോഗ്യവകുപ്പ് വിദഗ്ധ സംഘം ആലപ്പുഴയിലെത്തി. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ വി മീനാക്ഷിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് എത്തിയത്. നവജാത ശിശുവിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും. ചികിത്സാരേഖകൾ പരിശോധിക്കും. നിഷ ദിലീപ് ഒപ്പം ചേരുന്നു. നിഷ, വിവരങ്ങൾ. നവജാത ശിശുവിന് വൈകല്യമുണ്ടായ സംഭവത്തിൽ ആരോഗ്യവകുപ്പ് വിദഗ്ധ സംഘം ആലപ്പുഴയിലെത്തി. കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് തേടിയിരുന്നു. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ വി മീനാക്ഷിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. നവജാത ശിശുവിൻ്റെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും. ചികിത്സാ രേഖകൾ പരിശോധിക്കും. നിഷ ദിലീപ് ഒപ്പം ചേരുന്നു. നിഷ, സംഘത്തിൽ ആരൊക്കെ? കൃഷ്ണരാജ്, ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ വി മീനാക്ഷിയുടെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ വിദഗ്ധ സംഘമാണ് ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ കുഞ്ഞിനെയും ഇങ്ങോട്ട് കൊണ്ടുവരും. കുട്ടിയെ വിശദമായി തന്നെ ഇവിടെ വെച്ച് പരിശോധിക്കും. എന്തായാലും ഈ ചികിത്സാ രേഖകൾ അടക്കമുള്ളവ പരിശോധിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ സംഘം ഈ സുറുമി സ്കാനിങ്ങിന് പോയ 2 ലാബുകളിലും പരിശോധനയ്ക്ക് എത്തുന്നുണ്ട്. ഈ കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി ഏത് രീതിയിലാണ്, ഏത് രീതിയിലുള്ള ചികിത്സയാണ് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് തീരുമാനത്തിലെത്തും. അതിനു മുൻപ് മാതാപിതാക്കൾ അടക്കമുള്ള ആളുകളോട് കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും. ഇവരുടെ ഗർഭകാലം മുതലുള്ള റിപ്പോർട്ടുകൾ പരിശോധിക്കും. ചികിത്സാ രേഖകൾ ഇന്ന് അന്വേഷണ സംഘവും പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ കുഞ്ഞിന്റെ അമ്മ സുറുമി ആലപ്പുഴ ഡിവൈഎസ്പിക്ക് അടക്കം പരാതി കൈമാറിയിരുന്നു. ഈ പരാതിയിലാണ് ഇന്നലെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ 4 ഡോക്ടർമാർ, സ്വകാര്യ ലാബിലെ 2 ഡോക്ടർമാരും ആലപ്പുഴ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിലെ 2 ഡോക്ടർമാരെയുമാണ് ഈ FIR ഇവരുടെ പേരുകളാണ് FIR പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് ഡോക്ടർമാരിൽ നിന്നടക്കം ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ വന്നിരിക്കുന്ന സംഘം വിശദമായി ഈ ഡോക്ടർമാരടക്കമുള്ള ആളുകളിൽ നിന്ന് മൊഴിയെടുക്കുന്നുണ്ട്. എന്തായാലും കുഞ്ഞിന്റെ തുടർ ചികിത്സ സംബന്ധിച്ച കാര്യങ്ങളായിരിക്കും പ്രധാനമായും ഇന്ന് തീരുമാനിക്കുക. ഇതിനായി കുഞ്ഞിനെ കൊണ്ടുവരാനും മാതാപിതാക്കളോട് അറിയിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ കുഞ്ഞിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തിക്കും. ഇവിടെ വെച്ചായിരിക്കും വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം കുഞ്ഞിനെ പരിശോധിക്കുക. അതിനുശേഷം ഏത് രീതിയിലാണ് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എവിടെയായിരിക്കണം ചികിത്സ നടത്തേണ്ടത്, ഈ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കും. കൃഷ്ണരാജ്, ഈ 4 ഡോക്ടർമാർക്കെതിരെ കേസെടുത്തുവല്ലോ, അതെവിടെ എത്തി? 4 ഡോക്ടർമാർ, അതായത് ഈ സ്വകാര്യ ലാബിലെ റേഡിയോളജിസ്റ്റ് അടക്കം ഉള്ള 4 ഡോക്ടർമാരാണ്. 2 പേര്, ഡോക്ടർ ഷേർലി, ഡോക്ടർ പുഷ്പ, ഇവർ കടപ്പുറം ആശുപത്രിയിലെ ഡോക്ടർമാരാണ്. ഇവരായിരുന്നു സുറുമിയെ ചികിത്സിച്ചിരുന്നത്. ഈ ഡോക്ടർമാർക്കെതിരെയാണ് ആലപ്പുഴ സൗത്ത് പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. ഡോക്ടർമാരിൽ നിന്ന് വിശദമായി തന്നെ മൊഴിയെടുക്കും. മാത്രമല്ല, ഈ കുട്ടിയുടെ ചികിത്സാ രേഖകൾ ഇന്ന് ഡിവൈഎസ്പി ഓഫീസിൽ കൊണ്ടുചെല്ലണമെന്ന് കുട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളോട് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് വ്യക്തമായി തന്നെ ചികിത്സാ രേഖകൾ പരിശോധിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ ഡോക്ടർമാരെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കടക്കുക എന്നതാണ് ഇന്നലെ ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബു പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഇപ്പോൾ ഈ ചികിത്സാ രേഖകൾ പരിശോധിക്കും. അതിനുശേഷം ലാബ് അടക്കമുള്ള ആളുകൾ, ലാബിലെ റേഡിയോളജിസ്റ്റുമാരിൽ നിന്നും ഒപ്പം തന്നെ കടപ്പുറം ആശുപത്രിയിലെ ഡോക്ടർ പുഷ്പയിൽ നിന്നും ഡോക്ടർ ഷേർലിയിൽ നിന്നും വിശദമായ കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം ചോദിച്ചറിയുന്നുണ്ട്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഡോക്ടർമാരിൽ നിന്നും അടക്കം മൊഴിയെടുക്കുക. എന്തായാലും ഈ പോലീസിൽ നൽകിയ പരാതിയുമായി കുടുംബം മുന്നോട്ട് പോകുന്നുണ്ട്. ആ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുഞ്ഞിന്റെ തുടർ ചികിത്സ എവിടെയായിരിക്കണം, എങ്ങനെയായിരിക്കണം, ഏത് തരത്തിലുള്ള ചികിത്സയായിരിക്കണം കുഞ്ഞിന് നൽകേണ്ടത്, ഇക്കാര്യങ്ങളിലൊക്കെ അല്പസമയത്തിനകം തന്നെ ഈ കുഞ്ഞിനെ പരിശോധിക്കുന്ന ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം തീരുമാനത്തിലെത്തും. കൃഷ്ണരാജ്, ശരി. നവജാത ശിശുവിന് വൈകല്യമുണ്ടായ സംഭവത്തിൽ ആരോഗ്യവകുപ്പ് വിദഗ്ധ സംഘം ആലപ്പുഴയിലെത്തി. ശിശുവിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും. ചികിത്സാ രേഖകൾ പരിശോധിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷ ദിലീപ്.